ഒന്നല്ല, പലവട്ടമാണ് ഇറാൻ ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകിയത്. തങ്ങൾക്കെതിരായ കളി നിർത്തിയില്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന്. അമേരിക്കയിൽ ട്രംപ് അധികാരം പിടിക്കുമെന്ന് ഉറപ്പിച്ചതോടെ ഇസ്രയേൽ അതൊന്നും ചെവികൊള്ളാതെ ആക്രമണം കടുപ്പിച്ച് മുന്നോട്ടു പോകുകയാണ്. ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും ശേഷം ഇപ്പോൾ ഇസ്രയേലുമായി തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഹൂതികളാണ്. അടുത്ത കാലത്തായി കിലോമീറ്ററുകൾക്കപ്പുറം കിടക്കുന്ന ഹൂതികളുടെ ഹൈപ്പർസോണിക് മിസൈലുകൾ പായാത്ത ഒറ്റ ദിവസം പോലും ടെല്ലവീവിന്റെ ആകാശത്ത് ഉണ്ടായിട്ടില്ല. ഒരു ഘട്ടത്തിൽ ഇസ്രയേലിന്റെ തന്ത്രപ്രധാനമായ പവർ പ്ലാന്റ് അഗ്നിക്കിരയാകുന്ന സാഹചര്യം വരെ ഉണ്ടായി. എന്നാൽ സിറിയയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഇസ്രയേലിന് പക്ഷേ ഹൂതികൾക്കെതിരായി ഒരു ചെറുവിരൽ പോലും അനക്കാൻ പറ്റാത്ത സ്ഥിതിയിലായിരിക്കുകയാണ്. ഇസ്രയേലിന്റെ താൽക്കാലിക മൗനത്തിന് കാരണം ആയുധങ്ങളുടെ കുറവ് തന്നെയാണ്. എന്നാൽ പടിയിറങ്ങും മുമ്പ് ഇസ്രയേലിന്റെ ആയുധപ്പുര നിറയ്ക്കുന്നതിനുള്ള തിരക്കിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. മറുവശത്ത് ഹൂതികളുടെ പൊടുന്നനെയുള്ള ഈ മുന്നേറ്റത്തിന് പിന്നിൽ ഇറാനാണെന്ന് ആരോപിക്കുന്ന ഇസ്രയേൽ ഇറാനെതിരെ കടുത്ത ആക്രമണത്തിന് കോപ്പുകൂട്ടുകയാണെന്നുള്ള വാർത്തകളും പുറത്തുവന്നു കഴിഞ്ഞു. എന്നാൽ ഇത് തിരിച്ചറിഞ്ഞ ഇറാനാകട്ടെ കടുത്ത പ്രയോഗത്തിന് ഒരുങ്ങുകയുമാണ്. ഇസ്രയേലിനെയും എന്തിന് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പോലും ഞെട്ടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇറാൻ നതാൻസിൽ സൈനികാഭ്യാസം ആരംഭിച്ചിരിക്കുന്നത്. ഇവിടെ ആണവായുധ പരീക്ഷണം നടന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഇക്തേദാർ അഥവാ പരാക്രമമെന്ന് പേരിട്ടിരിക്കുന്ന ഈ സൈനികാഭ്യാസം നടത്തുന്നത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സും ഇറാനിയൻ സൈന്യവും സംയുക്തമായാണെന്നുള്ളതാണ് കാര്യങ്ങളുടെ ഗൗരവം വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ശത്രുരാജ്യത്തിന്റെ വ്യോമാക്രമണമോ AI ഉൾപ്പെടെയുള്ള പുത്തൻ സാങ്കേതികവിദ്യയിലൂന്നിയുള്ള ആക്രമണങ്ങളോ എന്തുതന്നെയായാലും പ്രതിരോധിക്കാൻ ശേഷിയുള്ള അത്യാധുനിക യുദ്ധോപകരണങ്ങൾ പരീക്ഷിച്ചതായും പറയുന്നു. പിന്നാലെ നതാൻസിൽ നിന്നുള്ള ആണവായുധങ്ങളടക്കം ഇറാൻ അതിർത്തികളിൽ വിന്യസിക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായി ടെഹ്റാനും വ്യക്തമാക്കി കഴിഞ്ഞു. തങ്ങൾക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണമുണ്ടായാൽ ഇസ്രയേലിന് ചിന്തിക്കാൻ പോലും സമയം നൽകില്ലെന്ന് ഇറാന്റെ പ്രഖ്യാപനം വന്നതിന് പിന്നാലെയാണ് ആയുധ പരീക്ഷണവും നടന്നിരിക്കുന്നത്. രാജ്യത്തിനു നേരെ മറ്റൊരു സൈനിക ആക്രമണത്തിന് ഇസ്രയേൽ മുതിർന്നാൽ വലിയ തോതിലുള്ള ആക്രമണത്തിന് ഇരയാകുമെന്ന മുന്നറിയിപ്പാണ് ഇറാൻ നൽകിയിരിക്കുന്നത്. ഖമേനിയുടെ വാക്കുകളെ ഉദ്ധരിച്ച് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി തന്നെയാണ് പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. ഏതാക്രമണത്തോടും പ്രതികരിക്കാനുള്ള പൂർണ്ണ സന്നദ്ധതയ്ക്കൊപ്പം നയതന്ത്ര ശ്രമങ്ങളോടുള്ള തന്റെ രാജ്യത്തിന്റെ പ്രതിബദ്ധതയെപ്പറ്റിയും അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. ഇത്തരം അശ്രദ്ധമായ നടപടികളിൽ നിന്ന് ഇസ്രയേൽ വിട്ടുനിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അല്ലെങ്കിൽ ഇത് ഇസ്രയേലിന് താങ്ങാനാകുന്നതിനും അപ്പുറമുള്ള വലിയ യുദ്ധത്തിലേക്ക് വഴിവെക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മാത്രമല്ല, മാറിയ സാഹചര്യത്തിൽ ഇസ്രയേലുമായി അത്ര രസത്തിലല്ലാത്ത ഫ്രാൻസ്, ബ്രിട്ടൻ, ജർമ്മനി എന്നീ രാജ്യങ്ങളുമായി ആണവ ചർച്ചകൾ നടത്താനൊരുങ്ങുകയാണ് ഇറാൻ. ജനുവരി 13-ന് സ്വിറ്റ്സർലൻഡിൽ വെച്ച് ആണവ ചർച്ച നടത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇറാനും 3 യൂറോപ്യൻ രാജ്യങ്ങളും തമ്മിലുള്ള പുതിയ ചർച്ചകൾ ജനുവരി 13-ന് ജനീവയിൽ നടക്കുമെന്ന് നിയമ അന്താരാഷ്ട്രകാര്യ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി കസെം ഖരിബാബാദിയും വ്യക്തമാക്കി. സമീപ വർഷങ്ങളിൽ ഇറാൻ സമ്പുഷ്ടമായ യുറേനിയത്തിന്റെ നിർമ്മാണം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നവംബർ 29-ന് ഇറാൻ ജനീവയിൽ 3 യൂറോപ്യൻ ശക്തികളുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കൂടിക്കാഴ്ചയിൽ സമാധാനപരമായ ആവശ്യങ്ങൾക്കായി ആണവോർജ്ജത്തിനുള്ള അവകാശത്തിൽ ഇറാൻ ഉറച്ചു നിൽക്കുകയും ആണവായുധശേഷി വികസിപ്പിക്കാനുള്ള ആഗ്രഹം നിഷേധിക്കുകയും ചെയ്തിരുന്നു.